ബഞ്ചി അവതരിപ്പിച്ച അതേ കമ്പനിയിൽ നിന്നും മറ്റൊരു അതിവിശിഷ്ടോൽപ്പന്നം കൂടി, മൂർത്തി രുദ്രാക്ഷം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബുദ്ധിയുള്ളവരാരെങ്കിലും ഈ സാമാനമൊക്കെ മേടിക്കൂ? ആര് വേണമെങ്കിൽ മേടിക്കോ മേടിക്കാതിരിക്കോ ചെയ്തോട്ടെ, അവതാരകൻ അവതരിപ്പിച്ചാ പോരെ. അത് കറക്റ്റാ. ഒന്നില്ലെങ്കിൽ നിനക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ആ TV ഒന്ന് ഓൺ ചെയ്താ പോരെ. അതെ, അതേ ഉള്ളൊരു ഗുണം. സദാസമയം നിന്നെ TV കാണാമല്ലോ. ഈ ടെൻഷൻ വരുമ്പോൾ TV വെക്കുന്നവര് നിന്നെ നേരിട്ട് കണ്ടാലുള്ള അപകടം ഒഴിവാക്കിയാ ബാക്കിയെല്ലാം സേഫാ. അയ്യോ, അങ്ങനെയൊക്കെ ആൾക്കാർ റിയാക്ട് ചെയ്യോ? കൊള്ളാം. ചെയ്യാതെ പിന്നെ ഈ ടെലിബ്രാൻഡ് ഷോ നടത്തുന്ന എത്ര പേർക്ക് നോർത്ത് ഇന്ത്യയില് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നിനക്ക് അറിയോ? പിന്നല്ലാതെ ഇത്രയും മനുഷ്യനെ ഉറപ്പിക്കുന്ന വേറെ ഏത് പരിപാടിയാടാ TV-യിലുള്ളത്? ഇത്ര ചീത്ത പേരുള്ള ആണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നില്ല. ഇതിപ്പോ നാട്ടുകാരെ ഉറപ്പിക്കാന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തു പോയില്ലേ? നാട്ടുകാരെ വെറുപ്പിച്ചോളാന്നല്ല, ടെലിബ്രാൻഡ് ഷോ ചെയ്തോളാന്നല്ല എഗ്രിമെന്റ്. ആ, രണ്ടും ഒന്ന് തന്നെ. നീ ഇപ്പൊ ചെയ്യാതെ പറ്റില്ലല്ലോ. അല്ല, എന്തൊക്കെയാ പ്രോഡക്റ്റുകൾ? കൊറേ ഉണ്ട്. അതിലേതൊക്കെയാ നീ ആങ്കർ ചെയ്യുന്നേ? അത് പിന്നെ സുബേർ ബഞ്ചി രുദ്രാക്ഷം, ആഫ്രിക്കൻ കല്ല് വെച്ച വിശിഷ്ട മോതിരം, സന്താനലബ്ധിക്കുള്ള പുൽച്ചെടി, അങ്ങനെയൊക്കെ ചിലത്. എടാ, നിന്റെ പ്രൊഡ്യൂസർ വില കാശ് തരോടാ. ഇത്രയും ചെയ്തിട്ട് വണ്ടിക്കൂലി മാത്രമേ തന്നുള്ളൂ. ഒരു അർക്കീസാ. എന്നാ പിന്നെ നീ ഇതൊന്ന് ഊരുന്ന നല്ലത്. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ തല്ലാൻ തോന്നുന്നുണ്ട്. പ്രൊഡ്യൂസർ കാശ് വന്നില്ലെങ്കിൽ നിനക്ക് ഇട്ടിട്ട് പോയാ പോരെ ആനന്ദ്? വേറെ 100 പിള്ളേര് വന്നിട്ട് ചെയ്തിട്ട് പോകും, ഞാൻ ഔട്ടും ആവും. എടാ, എന്നാ നീ നിന്റെ പ്രൊഡ്യൂസർക്ക് ഒരു പണി കൊടുക്കും. നീ എന്താ പറയുന്നതെന്ന് അവർ ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇനി നീ ആങ്കർ ചെയ്യുമ്പോൾ നീ ഒരു മണ്ടത്തരം, അല്ല നിന്റെ ഡയലോഗ് ഒന്നും മാറ്റിപ്പറ. അയാൾ എന്നെ പുറത്തായിക്കോളും. അതൊരു രസമല്ലേടാ? അതിൽ അത്രയ്ക്ക് രസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറ്റില്ല. എടാ, ഒരു രസമല്ലടാ, പ്ലീസ് ഡാ. എനിക്കൊന്നും പറ്റില്ല, പൊക്കോടുന്നു. എടാ, ചിലപ്പോ അദ്ദേഹം ഡയറക്ടർ കണ്ടിട്ട് നിനക്കൊരു ചാൻസ് കിട്ടിയേക്കും. പോടാ. എടാ, ഒരു മണ്ടത്തരം പറഞ്ഞാൽ മതി, നേരിട്ടല്ലോ, TV-യിലല്ലേ. എനിക്ക് ഷൂട്ടുണ്ട്, സമയമില്ല നിന്നെ പോലെ തമാശ പറയാൻ. പോട്ടെ. നീ പേടിക്കണ്ടേ, അറിയാതെങ്കിലും അവനൊരു മണ്ടത്തരം അടിച്ചോളൂ. നീ നോക്കിയോ? പേടിയോ? എനിക്കോ? എടാ, എനിക്കറിയില്ലടാ അവൻ മണ്ടത്തരേ പറയൂന്ന്. കസ്റ്റമർ ഈസ് അവർ ഗോഡ്. ഓക്കെ, എപ്പോഴും സാറ പറയുന്നത് കേട്ടിട്ടില്ലേ? കസ്റ്റമർ എന്ത് ചെയ്താലും അത് ശരിയാണ്. മനസ്സിലായല്ലോ? മനസ്സിലായി. ആ, അവര് നമ്മൾ വളരെയേറെ റെസ്പെക്ട് ചെയ്യണം. അവരില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്ഥിതിയിലെത്തില്ലായിരുന്നു. പിന്നെ ടോണി, പ്രത്യേകിച്ച് നിന്നോട്, സാറയ്ക്ക് നമ്മുടെ അടുത്ത് സ്ഥിരം കസ്റ്റമേഴ്സായിട്ട് ഒരു നല്ല റാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനെ നന്നായിട്ട് പരിഗണിച്ചേക്കണം. നിന്റെ പ്രേമകോടതിയിലേക്കല്ല. റോയിച്ച, എനിക്കറിയാൻ റോയിച്ച, ഞാനിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോൾ പഴയ ആളേ അല്ല. ശരിയാ, നിന്റെ മാറ്റം ഞാനും കാണുന്നുണ്ട്. വല്ല വലിയ കളിയും പിടിച്ചോടാ നീ. പോ റോയിച്ച നടന്നു. എപ്പോൾ നോക്കിയാലും എന്നൊരു സംശയം. ഇങ്ങനത്തെ ഒരു രാമലക്ഷ്മണന്മാര്. ആഹാ, അപ്പൊ ഹനുമാനാരാ? ഹനുമാൻ ഷൂട്ടിങ്ങിന് പോയേക്കാ. ആര്? നമ്മുടെ ആനന്ദ. അവനിനി മതിയായിട്ടില്ലേ? ബോറ് എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞാൽ തീരില്ല. ഇങ്ങനെയുണ്ട് ഒരു ബോറ് പരിപാടി. എന്നാ റോയിച്ച എന്നങ്ങ് നേരിട്ട് പറഞ്ഞൂടെ? അത് പിന്നെ വെറുതെ അവനെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഓ, അവന് വിഷമമാണെന്ന് മാത്രം പറയില്ല. ബാക്കിയുള്ളവരടുത്തൊക്കെ എന്തു ആവാം. അതെന്തെന്നറിയോ? അവനും എൻ്റെ അനിയനായതുകൊണ്ടാണ്. അപ്പോ ഇത് അനിയനല്ലേ? ഹ, ഈവൻ എൻ്റെ എല്ലാ ലടസുല്ല. എന്താടാ ഒരു സോപ്പ്? ഇതാ കുഴപ്പം. ഒന്ന് സ്നേഹിച്ചു വരുമ്പോൾ വെറുപ്പിക്കും. ആടാ, മതി. ഞാനൊന്ന് പുറത്തു പോവാ. തിരക്ക് കൂടുകയാണെങ്കിൽ വിളിച്ചാൽ മതി. ഹലോ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ആരാടാ? എൻ്റെ ഒരു ഫ്രണ്ടാ, ജിനേഷ്. അവൻ്റെ അല്ല, എൻ്റെ പേഴ്സ് അവൻ്റെ ഇല്ല. അപ്പോൾ ഓ, ഇനിയിപ്പോൾ അത് വാങ്ങിക്കാൻ പോണമായിരിക്കും. പെട്ടെന്ന് വരാം. ഞാൻ പോട്ടെ. പേഴ്സ് മേടിക്കാനാ? അല്ലടാ, പോട്ടെ, പുറത്തേക്ക്. കർത്താവേ, ഇനി എന്ത് ചെയ്യും? റോയിച്ചെനങ്ങാനും ഇത് അറിഞ്ഞാൽ
റോഹിച്ചനത് അറിഞ്ഞ അവന്മാരെ ശരിയാക്കിയാണ്. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ നീ കോഫി ഷോപ്പിൽ പോയില്ലേ? ഇല്ല. എന്താ നിനക്ക് വയ്യേ? ആ റോഷനോട് പറഞ്ഞോ? ഒന്നും വേണ്ട, നീ ഒന്ന് മിണ്ടായിരുന്നാ മതി. ഓഹോ, സാറ് മൂഡ് ഓഫ് ആയിരിക്കും. പാറു പ്ലീസ്, ഞാനൊന്ന് കിടക്കട്ടെ. ശരി, നിനക്ക് അതിനെ കുറിച്ച് സംസാരിക്കണേ, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. നിനക്കറിയോ, ഞാൻ ഇന്ന് ദേവേട്ടൻ്റെ ഓഫീസിൽ പോയിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അയാൾ എന്നെ കണ്ടിട്ട് ഒരു അനക്കവും ഇല്ല. അതെന്താ അയാള് ചത്ത് കിടക്കായിരുന്നോ? തമാശ വീട് ടോണി. അതിനെ നിന്നെ കണ്ടിട്ടും അയാൾക്ക് അനക്കമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു പോയതാ. അതാ ഞാനും ആലോചിച്ചത്. പിന്നീട് എനിക്ക് മനസ്സിലായത് അത് ലക്ഷ്മണരേഖയായിരുന്നു എന്ന്. അവിടെയും റോഷന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. റോഹിച്ചൻ അങ്ങോട്ടാണോ നേരെ വന്നത്? ഷേ അല്ലടാ പൊട്ടാ, റോയ്ച്ചൻ എപ്പോഴോ ദേവേട്ടിനെ പിടിച്ച് കുടഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ഓ അതപ്പോ അതറിയില്ല. എനിവേ, ദേവേട്ടൻ പറയുന്നത് ഞാൻ നടന്നു വരുമ്പോ റോയ്ച്ചൻ വരുന്നതിന്റെ ഫീലാണ് തോന്നിയെന്ന്. ഏതായാലും ഞാൻ ശരിക്ക് രക്ഷപ്പെട്ടു. ഒരാള് ശിക്ഷിക്കപ്പെടുമ്പോഴാണല്ലോ മറ്റൊരാള് രക്ഷപ്പെടുന്നത്. ഏതായാലും നിന്റെ പ്രശ്നം തീർന്നില്ലേ? ഛേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? സത്യം, നഗ്നമായ സത്യം. നാളെ ജോയിൻ ചെയ്യണം. ഈ മാസമെങ്കിലും ഒന്ന് ശമ്പളം വാങ്ങണം. റോഷന് ഞാൻ എത്ര പൈസ കൊടുക്കാണ്ടെന്ന് നിനക്കറിയോ? അതങ്ങനെ ഞാൻ അറിയണേ. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നീ എന്തിനാ എത്ര ചൂടായിട്ടിരിക്കണേ? അമ്മ അതിൽ കിട്ടലാ കിട്ടിയത്, അതിൻ്റെ ചൂടാ. എന്താ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, മിണ്ടായിരുന്ന പ്രശ്നമില്ലല്ലോ. എടാ ചെക്ക, എന്താ സംഭവിച്ചത്? നിന്റെ ബോധം തീർന്നു പോയോ? അതിനുള്ളതൊന്നും ഇല്ലായിരുന്നു. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ലേ, നമുക്ക് കാണാം. അതെടാ, നിനക്കുണ്ടടാ ഒരു ദിവസം. പാറു, എനിക്ക് വയ്യാന്ന് കരുതി എന്തും പറയാന്ന് വിചാരിക്കരുത്. നിനക്ക് എന്താടാ, വല്ല ക്യാൻസർ മറ്റോ ആണോ? ശരിയാ, റോഹിച്ചൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ റോഹിച്ചിൻ്റെ കൂടെ പിറന്ന ക്യാൻസറാണ്. ആ ശരി, അത് പോയിന്റ്. എന്താ ടോണി, നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. വയ്യേ നിനക്ക്? എന്താ, നിനക്ക് പനി വല്ലതുണ്ടോ? എന്താ ഇതാരാ ചെയ്തേ? ഇത്തിരി ദിവസത്തിനുള്ളിൽ ടോണിമോന്റെ പിണക്കവും മാറ്റി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരാമെന്ന് പറഞ്ഞിട്ട് പോയ പോക്ക. എന്നിട്ട് ഇന്ന് നമ്മൾ കാണുന്നത് എവിടെയായിരുന്നടാ തടിയാ നീ? ജീവിതത്തിൽ അടുക്കും ചിട്ടയും പക്വത ഇല്ലാത്ത ഒരുത്തനായതുകൊണ്ട് ഇതുപോലത്തെ വർക്ക് ധാരാളം കിട്ടാറുണ്ട്. എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് പ്ലീസ്. എല്ലാം ഏറ്റിട്ട് ഒടുക്കം കൈ ഒഴിയുന്നോ? സത്യം പറഞ്ഞ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഇപ്പൊ പോവാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ പോയിന്ന് വെക്ക്, എന്തായിരിക്കും സംഭവിക്കുക? എന്ത് സംഭവിക്കാനാ, ഞാനങ്ങ് വിട്ടുകളെ. ആ അത്രേ ഉള്ളൂ, സന്തോഷം എന്ന് തോന്നുന്നുണ്ടോ മോനെ? ചെറുതായിട്ട്. ഞാൻ ടോണിയുടെ പുറകെ നടക്കുമ്പോ എന്തായിരുന്നു ടോണിയുടെ അവസ്ഥ? കൊടൂരം ആണല്ലോ. എന്നാ അതിലും കൊടൂരമായിരിക്കും നീരജിന്റെ അവസ്ഥ. ഞാൻ പുറകിനങ്ങ് കൂടും. എന്താ വേണോ? എന്റെ അമ്മേ, എന്റെ മോളെ പ്ലീസ്, ഈ കാണുന്ന തടി മാത്രമേ ഉള്ളൂ, ഉപദ്രവിക്കരുത്. ഇല്ല, പകരം സഹായിക്കാം. എങ്ങനെ? ടോണി മോനെ എനിക്ക് വേണം. ഓ മൈ ഗോഡ്, ഇവനെ എങ്ങനെയും പിടിച്ചിട്ട് കുടുക്കിലിട്ടേ പറ്റൂ. അതിനിപ്പോ കിംകി ഡുക്കിന്റെ സിനിമ കണ്ടിട്ടാണേലും ശരി. അതെന്താ ആ കുടുക്ക്? അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം നീ എന്നെ ഈ കുടുക്കിന്നൊന്ന് രക്ഷിക്കോ? തടിയ പൊക്കോ. താങ്ക്സ്. ഞാൻ പുറകെ വരും. ദൈവമേ, പെട്ടു. അടി തെറ്റിയല്ലേ? അടിയൊന്നും തെറ്റാറില്ല, എല്ലാം ഞാൻ വാങ്ങിച്ചു കൂട്ടാറുണ്ട്. സത്യം. അപ്പൊ ശരി, കാര്യത്തിലേക്ക് കടക്കാം. ടോണിയെ എങ്ങനെ എന്നിലേക്ക് അടുപ്പിക്കും? ടോണിയെ നിന്നിലേക്ക് അടുപ്പിക്കുമ്പോ എന്നെ കല്ലറയിലേക്ക് അടുപ്പിക്കും. കുറച്ച് സമയം വേണം ചിഞ്ചു, എനിക്കൊന്ന് ആലോചിക്കണം. ശരി, ഒരു 10 മിനിറ്റ് എടുത്തോ. ആ സമയമല്ല ചോദിച്ചത്, കുറച്ച് ദിവസമാണ്. ശരി, എത്ര ദിവസം വേണം? ഒരു 365. അല്ല, 365 ദിവസത്തിൽ ഒരു 10-15 ദിവസം മതി. എന്താ, പറ്റൂലേ? പറ്റൂല. അയ്യോ, അത്രയെങ്കിലും തരണം. ഇത്തിരി റിസ്കാ, അതുകൊണ്ടല്ലേ ചോദിക്കുന്ന മോളെ, പ്ലീസ്. ശരി, ഒരു 15 ദിവസം ഒന്നും പറ്റൂല. ഒരു 5-10 ദിവസം തരാം. എന്നാ മതിയോ? മതിയിലോ, സമാധാനായി. എന്താ മോളെ ഇത്, അതൊറ്റ വലിക്ക് കുടിച്ചൂടെ?
അതെനിക്കിഷ്ടല്ല. സിപ്പ് സിപ്പാ ഇഷ്ടം. ആ ഓ പിന്നെ അന്നത്തെ പോലെ യഥാർത്ഥ വെളിവ് തലയിൽ വരുമ്പോഴേ ഒന്നറിയിച്ചേക്കണേ. ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാനുണ്ട്, അതുകൊണ്ടാ മോളെ. ഓക്കെ, എന്നാ ആ മീറ്റിംഗ് നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് വെക്കാം. എന്താ? ഓ യെസ്, ഞാൻ ഫ്രീ അല്ലേ. ആ, എന്തൊരു കാര്യം. അപ്പൊ ശരി, നമുക്ക് കാണാം. ഓ ആയിക്കോട്ടെ. രക്ഷപ്പെട്ട്. ഓ ഡാ, തടിയാ, എന്തോ എങ്ങോട്ടെങ്കിലും മുങ്ങാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ വേണ്ട, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. എവിടെയാണെങ്കിലും ഞാനങ്ങ് പോക്കും. ഓർത്തോ? പോട്ടെ. ആയിക്കോട്ടെ. പെട്ടു. എന്താ പറ്റിയത്? നിനക്ക് എന്ത് സംഭവിച്ചു? നീ അറിയണ്ട, എനിക്കത് പറയണമെന്ന് ഓർക്കണമെന്നൊന്നുമില്ല. ഞാൻ ആരോടെങ്കിലും പറയുമെന്ന് കരുതിയിട്ടാണോ? ഒന്നുമില്ല. ആ മൊബൈലിൻ്റെ കടവും പിന്നെ ഞാൻ വരുത്തി വെച്ച അല്ലറ ചില്ലറ കടമെല്ലാം കൂടി വന്നപ്പോൾ ഒരു ഫൈനാൻഷ്യറെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കടം വാങ്ങിയിരുന്നു. ജോലി പോയപ്പോൾ അതിനടയ്ക്കാൻ വെച്ചിരുന്ന തുക കിട്ടിയില്ല. പിന്നെ അവരെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നെന്തായാലും കാണാൻ നേരി ചെന്നതാണ്. ഒരവധി പോലും പറയാൻ അനുവദിക്കാതെ 3-4 പേരൂടി എന്നെ തല്ലി. വേദനയുണ്ടോ? ഇല്ല. പിന്നെന്തിനാ കണ്ണു നിറഞ്ഞിരിക്കുന്നേ? എൻ്റെ മേലിൽ ഒരു തുള്ളി മണ്ണ് വീണാൻ സഹിക്കാത്ത റോയിച്ചൻ എന്നെ ആരെങ്കിലും തല്ലിയെന്നറിയുമ്പോൾ തകർന്നു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ആരേടി? റോയ്ച്ചനെ. വിളിക്കണ്ട, റോയിച്ചൻ അറിയണ്ട. റോയ്ച്ചനെ വിളിക്കാതെ എങ്ങനെയാ? അവന്മാർക്ക് 2 കൊടുത്താലേ ഉള്ളൂ. നീ ഫോൺ കട്ടി, ഞാൻ പറയുന്നേക്ക്. റോയ്ച്ചൻ അറിയാതെ പിന്നെ? റോയിച്ചൻ അറിയണ്ട. കാശ് ഞാൻ എങ്ങനെയും കൊടുത്തു തീർത്തോളാം. അതിന് നിന്റെ എവിടുന്നാ കാശ്? എന്തേലും ഒരു വഴി കാണണം. ഞാൻ പറയുന്ന കേക്ക്. റോയ്ച്ചൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് 2 കൊടുക്കുകയും ചെയ്യും, പൈസ കൊടുത്ത് ഒഴിവാക്കുമല്ലോ. ഏറി വന്നാ നിനക്ക് കുറച്ച് ചീത്ത കേൾക്കും, അത്രയല്ലേ ഉള്ളൂ. ചീത്ത കേൾക്കുന്നതിൻ്റെ അല്ല, ഇതറിഞ്ഞാൽ റോയിച്ചൻ തകർന്നു പോകും. പിന്നെ അതെങ്ങനെ ഒഴിവാക്കുമെന്നാ? എന്തായാലും കൊടുത്തേ പറ്റൂ. വേദന ഇപ്പൊ എങ്ങനെയുണ്ടടാ? വേദന മാറാൻ മരുന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ. പിന്നെന്താ നീ ഇത് പറയാതിരുന്നേ? പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. നീ എന്താ ആലോചിക്കുന്ന ടോണി? കാശ് കൊടുത്ത് തീർക്കാൻ ഒരു വഴി കാണണമല്ലോ. നീ ആലോചിക്ക, ഞാൻ എന്താ വരുന്നു. ആദ്യം മരുന്ന് വെക്കാം. ചായ വേണോ നിനക്ക്? നീ ഉണ്ടാക്കുന്ന ചായയല്ലേ, കുഴപ്പമായാലോ. ഏതായാലും തമാശ വിട്ടിട്ടില്ല അല്ലേ? ചെല്ലു, ഒരു ചായ ഉണ്ടോ? അങ്ങനെ വഴിക്ക് വാ. ഈ ചായ ടോണിയാ? അവന്മാരാരൊക്കെയെന്ന് നിനക്കറിയാവോ? എങ്കിൽ ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരണുണ്ട്. ശരി ചേ. അവന്മാരുടെ നമ്പറൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? ആ ശരി. ആരെയാ നീ വിളിച്ചേ? അതൊക്കെ ഉണ്ട്, നീ അറിയണ്ട. ഛേ, എന്നാലും ആരടുത്താ നീ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നേ? ഡാ, ഒരു ചെറിയ നീട്ടിലുണ്ടാവും കേട്ടോ. നീറ്റിലൊക്കെ നിങ്ങൾ പെൺകുട്ടിയൊക്കെയല്ലേ, ഞാൻ നല്ല അസല ആൺകുട്ടിയാ. അപ്പോ ആണുങ്ങൾക്കും നീട്ടിലുണ്ടാവും അല്ലേ? നീറൊന്നും പറയട്ടെ പണ്ടാരം. അപ്പൊ അതല്ല അങ്ങോട്ട് പറഞ്ഞത്. എന്തായാലും അബദ്ധം പറ്റി, ഇനി പാതി പിടിച്ച് കയറണ്ട. അതെ, റോഷൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. അതിന് മുമ്പ് നമുക്ക് പ്ലാൻ ഇടണ്ടേ? പ്ലാനാ? ആഹാ, എടാ, റോഷൻ വന്ന് ചോദിക്കുമ്പോ നിന്റെ കൈനും മുഖത്തിനൊക്കെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ നീ എന്താ പറയാ ഉദ്ദേശിച്ചേ? ഓ, അതിനൊരു കള്ളം കണ്ടുപിടിക്കണമല്ലോ. ക്രിക്കറ്റ് കളിച്ചപ്പോ പറ്റിയാന്ന് പറഞ്ഞാലോ? ക്രിക്കറ്റ് പോയിട്ട് കുട്ടിയും കോലും പോലും ഞാൻ കുട്ടിക്കാലത്ത് കളിച്ച് എൻ്റെ ശരീരത്തെ കുത്തിപ്പിടിച്ചിട്ടില്ല എന്ന് റോച്ചിന് നന്നായിട്ട് അറിയാം. പിന്നെ എന്ത് പറയും? ആക്സിഡന്റ് പറ്റിയാണെന്ന് പറയാം. ആ, അത് കൊള്ളാം. റോഷൻ ചിലപ്പോ വിശ്വസിക്കും.
പക്ഷെ എന്ത് തട്ടിന്ന് പറയും? ബൈക്ക് ഇടിച്ചാണെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, ടിപ്പർ അടിച്ചാന്ന് പറയാം. പിന്നെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ബുൾഡോസർ ഇടിച്ചാണെന്ന് പറയാം. അതിന് എനിക്കറിയാം ബുൾഡോസർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. വണ്ടി ഞാൻ പറഞ്ഞോളാം, നീ കയറി ഇംപ്രൈസ് ചെയ്ത് കുളമാക്കാണ്ടിരുന്നാ മതി. ദേ റോയിച്ച്, ഇതെന്ത് പറ്റി? ടോണിക്ക് ചെറിയൊരു ആക്സിഡന്റ്. എന്തത്? എന്താ മുന്നേ സംഭവിച്ചത്? അത് പിന്നെ ഞാനിങ്ങനെ ചുമ്മാ റോഡിൽ കൂടെ നടന്നു വന്നപ്പോൾ വെറുതെ അതുവഴി വന്നൊരു കാറ് വെറുതെ എൻ്റെ മേത്ത് കെട്ടിയതാ. ഇതുവരെ ഉള്ളതെല്ലാം വെറുതെ ആയിരുന്നല്ലോ, പക്ഷേ എൻ്റെ വീഴ്ച മാത്രം ഭയങ്കരമായിപ്പോയി. കണ്ണിൻ്റെ അടിയിലൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. അവിടെ മാത്രമല്ല, കഴുത്തിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയോ? ഇല്ല. അത് പറ്റില്ല, വാ നീ വന്നേ. അയ്യോ റോയ്ച്ച, ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല. ഹീസ് ഓൾ റൈറ്റ്. വല്ല പെമ്പിള്ളേരും വായ നോക്കി പോയതായിരിക്കും അല്ലേ? ഇല്ല റോയിച്ച, സത്യം ഞാനിപ്പോൾ അങ്ങനെയൊന്നും പോകാറില്ല. ഏത് തെണ്ടിയാ വണ്ടിയിലുണ്ടായിരുന്നത്? അത് കണ്ടില്ല, ഇടിച്ചിട്ട് നിർത്താതെ പോവുക ചെയ്ത്. അവനെയൊക്കെ എൻ്റെ കൈ കിട്ടിയാണല്ലോ മേലെ വണ്ടി ഓടിക്കാത്ത വിധത്തിൽ ഞാൻ ആക്കി കൊടുത്തനെ. അയ്യോ ദേ ആനന്ദിന് ഷോ. വെറും 999 രൂപ മുടക്കൂ, ഇത് സ്വന്തമാക്കൂ, സമാധാനം എന്തെന്ന് തിരിച്ചറിയൂ. കൂടെ എന്റെ ഈ പ്രോഗ്രാം സ്ഥിരമായി കാണൂ, എന്നെ ആസ്വദിക്കൂ. ഞാൻ പിന്നെ മണ്ടത്തരം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ അവൻ മണ്ടത്തരം അടിക്കുമെന്ന്. ചേടാ ഇവന്റെ ഒരു കാര്യം, അവനോടെ ഈയിടെയായിട്ട് സാർ ലേറ്റ് ആയിട്ടാ വരാറ്. ഡിസ്കഷൻ. അവൻ രക്ഷപ്പെടട്ടെ അല്ലേടാ ടോണി. മോൻ കിടന്നോ? ക്ഷീണം ഉണ്ടാവൂലേ? ക്ഷീണം ഉണ്ടോന്നോ? ദേഹം മുഴുവൻ ഇടിച്ചു നോക്കണ വേദന. എന്നാലും അവന്മാർ എന്ത് ഇടിയാടാ ഇടിച്ചത്? അല്ല റോയിച്ച, അത് എന്താ? അത് പിന്നെ കാറുകാരൻ എന്തൊരു ഇടിയാ ഇടിച്ചതെന്ന് പറയുമായിരുന്നു പാറു. അവനോടൊക്കെ ദൈവം ചോദിച്ചോളും, അല്ലാതെ ഇവന്മാരെയൊക്കെ നമ്മുടെ കൈ കിട്ടോ? റെസ്റ്റ് ചെയ്. പൊട്ടി നിന്നോട് ഞാൻ പറഞ്ഞു. പത്രം തുറന്നു കഴിഞ്ഞാൽ വെട്ടും കൊലപാതകം മാത്രം. നമ്മളൊക്കെ പണിയൊതുക്കി വീട്ടിൽ കയറിയപ്പോൾ പിള്ളേര് പുതിയ പണി തുടങ്ങി. കോഫി എങ്ങനെയുണ്ട് റോയ്ച്ച? കൊള്ളാലോടി, നീ പസിൽ വീട്ടമ്മയല്ലോ. സാറുണ്ടായിരുന്നപ്പോ ഒന്നും അറിയണ്ടായിരുന്നു. ശരിയാ, എന്നാലും നമ്മളെയൊക്കെ എത്ര പെട്ടെന്ന് മറക്കാൻ അവൾക്കെങ്ങനെ കഴിഞ്ഞല്ലേ? ഇതുവരെ അവളൊന്നും വിളിച്ചും പോലില്ല റോയ്ച്ച. വിളിക്കണ്ട, അവള് പോട്ടെ, പോയി ജീവിക്കട്ടെ. കർത്താവെ സന്നിച്ചാൻ. ആരാ റോയ്ച്ച അത്? ഇത് സണ്ണിച്ചായൻ, ഞങ്ങളുടെ വകയിലൊരു ഇച്ചായൻ. ആഹാ, ഇതാണോ ടോണി നിന്റെ സണ്ണിച്ചായൻ? ആര് പറഞ്ഞിട്ട് ഇച്ചായൻ വന്നത്? ഞാനല്ല, എനിക്കറിയില്ല. സത്യം പറയണം, നിനക്ക് ഇന്നലെ എന്താ പറ്റിയത്? ഒരു ആക്സിഡന്റ് ആയിരുന്നോ അത്? ഞാൻ പോയി സണ്ണിച്ചായനെ കൂട്ടിയിട്ട് വരാം.